മാനിനെ തേടി ലക്ഷ്മണനും പോയതോടെ രാവണൻ അവിടെയെത്തി. എന്നിട്ട് ലക്ഷ്മണരേഖ മറികടക്കാൻ നോക്കിയപ്പോൾ അയാൾക്ക് അതിന് സാധിച്ചില്ല. അപ്പോൾ അയാൾ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപം ധരിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചു. അപ്പോൾ ആശ്രമത്തിൽ നിന്നും മുറ്റത്തേക്ക് ജാനകി ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താലും. അങ്ങനെ പുറത്തിറങ്ങിയ സീതയെ തന്ത്രപരമായി രാവണൻ ലക്ഷ്മണരേഖയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. ഉടനെ അയാൾ അയാളുടെ ക്രൂരവും ഭയങ്കരവുമായ രൂപത്തിലേക്ക് മാറി. ഇത് കണ്ട് ജാനകി ഉറക്കെ നിലവിളിച്ചു. രാവണൻ ഇത് കാര്യമാക്കാതെ അവളെ പിടിച്ചു വലിച്ച് തന്റെ പുഷ്പക വിമാനത്തിലിട്ടു. കഥ മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയറും കമന്റും ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സീതയെ തന്റെ വിമാനത്തിൽ കയറ്റി അയാൾ ആകാശത്തിലൂടെ പറന്നുപോയി. ആ സമയം ദൂരെ നിന്നും ഒരു പക്ഷി അയാൾക്കു നേരെ പറന്നുവന്നു. ആരാണ് ആ പക്ഷി? എന്തിനു വന്നു? അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ സീരീസ് മുഴുവൻ കാണാൻ രാവണായനം പ്ലേലിസ്റ്റ് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.